ഹായ് ഹലോ. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ തട്ടിയതാണ് കേട്ടോ ഈ ഉണക്കച്ചെമ്മീനിൻ്റെ പാത്രം, ടിന്ന്. അതിൽ നിറച്ച് ഉണക്കച്ചെമ്മീനായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു കുക്കിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കുക്കിംഗ് വ്ലോഗ് അല്ലറ ചില്ലറ കാര്യങ്ങൾ, വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്ലോഗല്ല. ചെറിയൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നു. പിന്നെ നമ്മളങ്ങനെ നേരം വെളുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, അങ്ങനെ ഒരു തട്ടിക്കൂട്ടൊരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനുണ്ട്, അവരൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ സൈഡിലൂടെ ഒതുക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് ചെമ്മീൻ റോസ്റ്റ്, അതായത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പച്ചച്ചെമ്മീൻ വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കി. അതുപോലെ തന്നെ അതിലും വ്യത്യസ്തമായിട്ടാണല്ലോ ഇന്ന് ഉണക്കച്ചെമ്മീൻ വെച്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപാര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഉണക്കച്ചെമ്മീൻ്റെ തലയൊക്കെ ഞൊട്ടി കളയാണ്. ഈ ഉണക്കച്ചെമ്മീൻ്റെ ബോഡിയൊന്നും കളയാനില്ല. നമ്മൾ പച്ചച്ചെമ്മീൻ ക്ലീൻ ആക്കണ പോലെ ഉണക്കച്ചെമ്മീൻ്റെ അങ്ങനെ ക്ലീൻ ആക്കേണ്ട കാര്യം. ഈ ടൈമിൽ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ പച്ചച്ചെമ്മീൻ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ തൊണ്ട് കളയുന്നു, അതിൻ്റെ ഉള്ളിലുള്ള ഞെരുമ്പ് വരെ വലിച്ചു കളയുന്നു. അപ്പോൾ ഉണക്കച്ചെമ്മീൻ്റെ ഇതൊന്നും നമ്മൾ കളയുന്നില്ല. ജസ്റ്റ് ആ മുള്ളുള്ള തലയുടെ പോഷൻ മാത്രമാണ് നമ്മൾ ഞൊട്ടിയെടുത്ത് ദൂരെ കളയുന്നുള്ളൂ. ബാക്കിയുള്ള അതിൻ്റെ ഞെരുമ്പും അതിൻ്റെ തൊണ്ട് സഹിതം നമ്മൾ കഴിക്കുക. അപ്പം നമ്മൾ എന്തോരം വിഷാല ഈ ഉണക്കച്ചെമ്മീൻ മൂലം കഴിക്കുന്നത്. പക്ഷേ അപാര ടേസ്റ്റ്. പക്ഷേ നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ നോക്കിയാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ച് ഇവിടെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ മാങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കിഡിലൻ ടേസ്റ്റിൽ ഒരു ചെമ്മീൻ റോസ്റ്റാണ്, അതായത് ഉണക്ക ചെമ്മീൻ റോസ്റ്റ്. ഉണക്ക ചെമ്മീൻ വെച്ച് ഉണ്ടാക്കാവുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഉണക്ക ചെമ്മീൻ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അതിനെ നിരീക്ഷിക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ മീറ്റൊന്നും കാണാനില്ല. അപ്പോൾ പച്ചച്ചെമ്മീനാണ് നന്നാക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ തൊണ്ട് കളയുന്നു, അതിൻ്റെ തലയുടെ പോർഷനിൽ വെച്ചിട്ട് ഒരു ചെറിയ നാടിയില്ല, അതൊക്കെ വലിച്ചെടുത്ത് കളയുക. ഈ ഉണക്ക ചെമ്മീനാകുമ്പോൾ നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് നമ്മുടെ അകത്തേക്ക് പോകാമല്ലേ. പക്ഷേ പച്ചച്ചെമ്മീനെ അപേക്ഷിച്ച് ഉണക്ക ചെമ്മീൻ നല്ല ടേസ്റ്റുമാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് ഫുഡ് എന്ന് എനിക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു ഘടന, നമ്മൾ പച്ചച്ചെമ്മീന് അത് കളയുന്നു, ഇതിലും കഴിക്കുന്നു, എന്തൊക്കെയാണ്. അപ്പോൾ ഇതാ കിടക്കുന്ന മുതലുണ്ടല്ലോ, അതിന് എനിക്ക് കൊറോണ ടൈമിൽ കിടന്ന് കിട്ടിയതാണ് കേട്ടോ. സോറി, കിടന്ന് കിട്ടിയതല്ല, വന്ന് കയറിയതാണ്. അന്ന് വന്ന ടൈമിൽ അതിൻ്റെ മേലൊക്കെ ആകെ പൊട്ടി നാശഭൂഷമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ സ്നേഹിച്ചും അതുപോലെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ പരിപാലിച്ച് കൊണ്ടുവന്ന് പിന്നെ ഓക്കെ ആയിട്ടോ. പിന്നെ ഇതിന് പ്രസവിക്കല, എനിക്ക് തോന്നുന്നു 1.5 മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കുഞ്ഞിപ്പൂച്ചകളുണ്ട്. ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കൊച്ചുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാളയുടെ ഏകദേശം വലിപ്പമുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം സവാള കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, അതായത് 3-4 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് നേരം ഞാൻ ഈ ചെമ്മീൻ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട്, ആ സോക്ക് ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് അതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കറുമുറ എന്നുള്ളൊരു ടെക്സ്ചറാണ്. അതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിടുകയാണെങ്കിൽ അതിൻ്റെ ആ കറുമുറ എന്ന് പറയുന്ന ആ ടെക്സ്ചർ മാറിയിട്ട് ഞൊറിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു, നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, ആ ഒരു ടെക്സ്ചർ വരും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 10-15 മിനിറ്റോളം ഞാനത് ചെമ്മീൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുറേ നേരം കഴുകിയെടുക്കും കേട്ടോ. ഞാനൊരു 7 തവണ കഴുകിയെടുത്തു, എന്നാലാണ് എനിക്ക് മനസ്സിൽ തൃപ്തി വരുള്ളൂ. കാരണം ഇത് ഉണക്ക ചെമ്മീനാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറേ നേരം ഇട്ട് കഴുകി എൻ്റെ കൈ തേഞ്ഞു പോയി. അതുപോലെ എൻ്റെ കൈയല്ല, എൻ്റെ അതായത് ചെമ്മീൻ തേഞ്ഞു പോയോ എന്ന് വരെ സംശയം തോന്നും. അതുപോലെ ഞാനങ്ങനെ കഴുകി എടുത്ത് അങ്ങോട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചേക്കാം. ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ സുഹൃത്തുക്കളെ. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് വെളിച്ചെണ്ണ വയ്ക്കാൻ പോകുള്ളൂ. പിന്നെ മൺചട്ടിയിൽ മാത്രം കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. മൺചട്ടിയിൽ നമ്മൾ ഫിഷ് ഐറ്റംസ് മൊത്തം മൺചട്ടിയിലാട്ടോ ഞാൻ കുക്ക് ചെയ്യാറ്. എന്നാലാണ് എനിക്ക് തൃപ്തിയാവുള്ളൂ. ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൺചട്ടിയിൽ കുക്ക് ചെയ്ത് കഴിക്കണം. ആദ്യം ഞാൻ കൊച്ചുള്ളി, പച്ചമുളക്, പിന്നെ സവാള അങ്ങനെ ഓരോന്നായി വരിയായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. സാൾട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി സാൾട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണക്കച്ചെമ്മീനാണല്ലോ, ഉപ്പിൻ്റെ അംശം ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ സാൾട്ട് ആഡ് ചെയ്യുമ്പോൾ കുറച്ചേ ചേർക്കാമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളത് മിക്സ് ചെയ്യലാണ്. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാത്തവർ ഒട്ടും ഇടണമെന്ന് ഞാൻ പറയില്ല. ഞാൻ ഇവിടെ എല്ലാ കറികളും ഇടുമ്പോൾ കൂടെ കറിവേപ്പില ചേർക്കും കേട്ടോ. അത് ഒരു അലങ്കാരമാണ് കറികൾ. അതുകൊണ്ട് തന്നെ കറിവേപ്പില ഞാൻ വാരി വിതറുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ എല്ലാ കറികളിലും ഇങ്ങനെ ആവശ്യമില്ലാണ്ടൊക്കെ കറിവേപ്പില ചേർക്കും. പക്ഷേ ഇത് ഫുഡ് കഴിക്കാൻ നേരത്തുണ്ടല്ലോ, ഈ കറിവേപ്പിലയൊക്കെ എടുത്ത് ഞാൻ ദൂരെ കളയും എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഞാനൊരു ചെറിയൊരു എന്താ പറയുക, വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ഇടോ ഇടാണ്ടിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വേണം നമ്മളിങ്ങനെ ക്ഷമയോടുകൂടി അടുത്ത് നിൽക്കണം കേട്ടോ. നമ്മൾ അവിടെ നിന്നൊന്നും ഒരു കാര്യത്തിനും മാറാൻ പാടില്ല. എന്നിട്ട് സിം കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് വേറെ ഒന്നും അഡീഷണലായിട്ട് ഞാൻ ചേർക്കുന്നില്ല. തക്കാളി ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ആക്ച്വലി ഞാൻ തക്കാളി ചേർക്കാത്തത് ഇപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ നമ്മളതൊന്ന് ഫ്രൈ ആയി വന്നു, അതായത് മുരിഞ്ഞ് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനിവിടെ ചേർക്കുന്ന പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി കുറച്ചായിട്ട് എടുക്കുകയുള്ളൂ. കൂടുതലും ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് ചേർക്കും, ഒരു ചെറിയൊരു ഫ്ലേവറിനായിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിക്സ് ചെയ്തപ്പോഴല്ലോ കുറച്ച് ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ സുഹൃത്തുക്കളെ. ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ രൂപത്തിലിരിക്കുകയാണല്ലോ. അപ്പോൾ വെള്ളം കൂടി ചേർക്കുകയാണെങ്കിൽ ഞാനൊരു ചെമ്മീൻ റോസ്റ്റാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ റോസ്റ്റ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ച് മൂടിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അല്ല ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ആ ചെമ്മീൻ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയാണ് ചെമ്മീൻ വേവാനുള്ള ടൈം ചെമ്മീന് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിന് മുമ്പ് അത് കുക്കിംഗ് ചെയ്യുകയോ വേവോ അതൊന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു വേവ് തന്നെ. ആക്ച്വലി ഇത് കുഞ്ഞു മീനാണ്, ഉണക്ക ചെമ്മീനാണ്, വലിയ കാര്യമായിട്ടുള്ള വേവൊന്നും വേണ്ടാന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് കുറച്ച് വേവൊക്കെ വേണം കേട്ടോ. ഒരു 8-9 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട. ഒരു 8-9 മിനിറ്റ് നമുക്ക് ആ ചട്ടിയിൽ മൂടി വെച്ചിട്ട് ചെറിയൊരു തീയിലിട്ടാട്ടോ ഞാനിത് വേവിച്ച് വെക്കുന്നത്. അപ്പോൾ ഗ്രേവിയിലൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കണം, എന്നാലാണ് ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ കഴിക്കുന്നത് പുട്ട്, അപ്പം, ചപ്പാത്തി, അതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. അതുപോലെ കഞ്ഞിച്ചോറ്, അതിനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ രാവിലെ ഞാൻ കുട്ടികൾ സ്കൂളിൽ പോകണ നേരത്ത് ഞാൻ തട്ടിക്കൂട്ടി, പിള്ളേർക്കാകുമ്പോൾ നോൺ വെജ് ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണം. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ചെമ്മീനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് വിടാറുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ ചോറ് ഉച്ചയ്ക്ക് കഴിക്കുക. അതുകൊണ്ടൊക്കെയാണ് ഞാൻ രാവിലെ ഇതുണ്ടാക്കിയത്. അങ്ങനെ ഞാൻ രാവിലെ പിള്ളേരൊക്കെ പോയി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ഇപ്പോൾ ടൈം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വലിയ കാര്യമായിട്ട് മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നല്ല മഴയായിരുന്നു. ഇന്ന് കുറച്ച് ദിവസമായിട്ട് എന്തോ മഴയുടെ ഒരു ഫോഴ്സൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു സമാധാനമായിരുന്നു. നല്ല ചെറിയൊരു തണുപ്പും എന്നാൽ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ക്ലൈമറ്റൊക്കെ തന്നെയായിരുന്നു. പിന്നെ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ഗ്രോ, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ പുതിയ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ ചെക്ക് ചെയ്യുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. കാര്യം ഞാൻ കുറേ പ്ലാന്റ്സ് ഇവിടെ ചുറ്റും വട്ടത്തൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലവറിംഗ് ഉള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാട്ടോ. ഈ ചെറിയ കുരുകുരാന്നുള്ള ഫ്ലവറാണ് ഇതിനുള്ളത്. പക്ഷേ വർഷത്തിൽ, അതായത് 365 ദിവസവും ഈ പ്ലാന്റിൽ പൂക്കളുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ വേറൊരു കാര്യം. പിന്നെ നമ്മളിതേ ഒരു ക്യാറ്റ്സ് ക്ലോ പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ തവണ, അതായത് ഒരു 2-3 മാസം മുമ്പ് തൃശ്ശൂർക്ക് പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മണ്ണൂത്തിയിൽ നിന്ന് മേടിച്ച ഒരു ക്യാറ്റ്സ് ക്ലോ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നട്ടത് ഈ മതിലിനോട് ചേർന്ന് അപ്പുറത്തെ സൈഡിലാട്ടോ. അവിടെയാണ് മണ്ണുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ നട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി തന്നെ വെക്കണം. എനിക്ക് ഈ ക്യാറ്റ്സ് ക്ലോ പ്ലാന്റ് ചട്ടിയിൽ വെക്കണതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം ഇത് നന്നായിട്ട് ഗ്രോ ആവുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവറിങ് കൂടി ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഞാൻ അന്ന് മേടിച്ചപ്പോൾ ക്യാറ്റ്സ് ക്ലോ പ്ലാന്റും പിന്നെ വേറൊരു പ്ലാന്റും കൂടി ഒരുമിച്ച് ഒരു കുഴിയിൽ വെച്ചിട്ടാട്ടോ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്ലാന്റും കൂടി കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അത് നമ്മുടെ ഇടനേടെ ഇലയില, ഈ ചക്കടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇടനേടെ ഇല, ആ ഒരു ഇലയോടൊക്കെ സാദൃശ്യമുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ചെത്തിയൊക്കെ നന്നായിട്ട് എൻ്റെ പൂത്തുലഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. ഇതെൻ്റെ പിങ്ക് കളർ ചെത്തിയാണ്. ഈ പിങ്ക് കളറിന് വേറെ യെല്ലോ കളറും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് പിച്ചി മണത്തി നോക്കിയപ്പോൾ ഉണ്ടല്ലോ അപാര മണം കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കാമെന്ന്, ചെത്തിക്കൊക്കെ ഇത്രയും സ്മെല്ലുണ്ടോയെന്ന് ഞാനിങ്ങനെ ആദ്യമായിട്ടാട്ടോ അറിയുന്നത്. നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ചെത്തിക്ക് ഇത്രയും സ്മെല്ലാണെങ്കിൽ പിന്നെ നമ്മുടെ റോസിൻ്റെ കാര്യം പറയാനുണ്ട്. പിന്നെ റോസിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ റോസ് പിടിക്കത്തില്ല. എന്താണെന്നറിയില്ല. ഞാൻ റോസയുടെ ചെടി കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ നടാൻ നോക്കിയാലും അത് കുറച്ച് നാളിങ്ങനെ ഗ്രോ ആയിക്കെ വരും. എന്നിട്ട് കുറച്ച് ഫ്ലവറിങ് ഒക്കെ വരും. പിന്നെ അതിങ്ങനെ വാടിപ്പോകും. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് കുറച്ച് ബട്ടർഫ്ലൈസ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ട്. ഇതാ എൻ്റെ വിരലിൻ്റെ തുമ്പത്ത് നിന്നാട്ടോ ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ അങ്ങോട്ട് പറന്നു പോയത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ ഈ ഏരിയ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയില്ലാത്ത ടൈം ആയതുകൊണ്ട് തന്നെ ഒരു 10 മണി നേരത്തൊക്കെ ഇങ്ങോട്ട് വരാണെങ്കിലുണ്ടല്ലോ, ഈ സൈഡിലേക്ക് വരാണെങ്കിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ പറക്കുന്നതൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കൽ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ ഇതിനോട് ചേർന്ന് ഒരു ചെറിയ കനാലും അതിൻ്റെ താഴെ ഇങ്ങനെ
പാടമൊക്കെ കേട്ടോ. അപ്പം ഒരു രാവിലെയും ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കൽ തന്നെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ നോക്കി നിന്നിട്ട് ന്യൂസ് പേപ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അങ്ങനെ വലിയ കാര്യമായിട്ട് ന്യൂസൊന്നും അങ്ങനെ നോക്കാറില്ല. ജസ്റ്റ് പേപ്പർ എടുക്കുമ്പോൾ ആ ഫ്രണ്ട് പേജും ബാക്ക് പേജൊക്കെ നോക്കി നിൽക്കലാണ് പതിവ്. പിന്നെ നമ്മൾ നേരെ വന്നിട്ട് കിച്ചണിൽ ബാക്കിയുള്ള ജോലികളും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വേവിച്ചതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. റൈസ് ഇനി ഒരു 2, 3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കും കേട്ടോ. അത്രയും മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അത് വെള്ളം ഊറ്റി കളയാണ് ചെയ്യാറ്. പിന്നെ അതേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇത് ഞാൻ നേരത്തെ സിം ഓഫ് ചെയ്തിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സുഹൃത്തുക്കളെ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു പച്ച ചെമ്മീൻ ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതിലും കുറച്ചും കൂടി ടേസ്റ്റാണ് ഈ ഉണക്ക ചെമ്മീൻ ചെയ്യുമ്പോൾ എന്ന് തോന്നുന്നു. പിന്നെ ഉണക്കമീൻ പൊതുവേ ഒരു പ്രത്യേക ഫ്ലേവറല്ലേ, അത് മാത്രം മതി നമുക്ക് ചോറ് ഒരു പറ ചോറുണ്ണും അങ്ങനെയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീൻ, അതായത് ഉണക്ക ചെമ്മീൻ അങ്ങനെയൊക്കെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ലഞ്ച് എടുത്ത് വയ്ക്കാം. ലഞ്ച് ബോക്സിലേക്കായിട്ട് കുറച്ച് ഫിഷ് കറി ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ് കറി എന്ന് പറയുമ്പോൾ പിരാനിയാണ്. പിരാനി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കടലിലെ പിരാനിയാണോ എന്ന്. അല്ല, നമ്മുടെ നാട്ടിൽ വീടുകളിലെ കുളത്തിലൊക്കെ വളർത്തുന്ന നാട്ടു മത്സ്യമാണ് കേട്ടോ ഈ പിരാന. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ബീഫിൻ്റെ ഒക്കെ നെയ്യില്ലേ, ആ നെയ്യൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല, അതുപോലത്തെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കറി ഉണ്ടായിരുന്നു. അത് തലേന്ന് വെച്ച ഒരു ഫിഷ് കറി ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങാച്ചാറും പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ ആയിട്ട് കുശാലായിരുന്നു കുട്ടികൾക്ക്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം. പൊതുവെ എല്ലാ ദിവസവും രാവിലെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുക, കുട്ടികളെ വിടുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. പിന്നെ പിള്ളേർ പോയി കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ബാക്കിയുള്ള ജോലികൾ, അതായത് ക്ലീനിങ്ങും വാഷിങ്ങും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ അതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇതിൽ നിർത്താണ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇനി എൻ്റെ വീഡിയോനെ പറ്റി എന്തെങ്കിലും വിമർശനങ്ങളും എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. എന്തൊക്കെ തന്നെയായാലും ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിൽ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ, സീ യു. പിന്നെ വേഗം ഇതൊന്നും കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. ടാറ്റാ.